ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ജോധ്പൂരിലെ തന്നെ നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ്. ഇതിൻ്റെ പേരാണ് തൂർജിക ജൽറ. നല്ല അടിപൊളി ഒരു കുളമാണ് പഴയ കാലത്തെ. ഇവിടെ അധികം ആളുകളൊന്നും എത്തിപ്പെടാറില്ല, കാരണം വളരെ ഇടുങ്ങിയ വഴികളാണ് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ ബ്ലൂ സിറ്റി ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. നമുക്കിനി ആ കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് തൂർജിക ജൽറ കാണാം. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പഴയ കാലത്തെ ജോധ്പൂരിലെ ആ പടിക്കിണർ ഇതാണ്. ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് 1740-ലാണ്. അന്ന് രാജ്യം ഭരിച്ചിരുന്ന, ജോധ്പൂർ ഭരിച്ചിരുന്ന മഹാരാജാവായ അഭയ് സിംഗിൻ്റെ ഭാര്യയാണ് ഈ പടിക്കിണറിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകളായിട്ട് ഈ പടിക്കിണർ മാലിന്യം നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പം അടുത്തിടെയാണ് ഇതിൻ്റെ ശുചീകരണം നടത്തി വെള്ളമെല്ലാം വറ്റിച്ചു വൃത്തിയാക്കിയെടുത്തത്. ഇത് ജോധ്പൂരിലെ അതിമനോഹരമായൊരു പടിക്കിണറാണ്. നമ്മൾ ഗണ്ടാഗർ മാർക്കറ്റിലെല്ലാം വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ പടിക്കിണർ. നമുക്ക് ചെറിയ ചെറിയ വഴികളാണ് ഒടുക്കി വരാനുള്ളത്. വരാൻ കുറച്ച് ബുദ്ധിമുട്ടും, പക്ഷേ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ മണ്ടൂർ ഗാർഡനിൽ വൈകിട്ട് പോകണമെന്ന് പറഞ്ഞ പോലെ ഇവിടേക്ക് വരുമ്പോഴും ഒരു വൈകിട്ട് സമയങ്ങളിൽ വരാൻ നോക്കുക. ആ സൂര്യാസ്തമയം വേണ്ട നമ്മുടെ മേരാങ്കടിൻ്റെ മുകളിലൂടെ സൂര്യൻ താന്നു പോകുമ്പോൾ നമ്മുടെ തൂർജിക ജൽറയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുമ്പോഴുള്ള മനോഹരമായ കാഴ്ചകൾ എല്ലാം നല്ല അതിമനോഹരമാണ്. ഒരുപാട് പടികളുള്ള നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഒരുപാട് ഫോറിനേഴ്സും ഈ നാട്ടുകാരും എല്ലാവരും വന്നിരിക്കുന്ന അതിമനോഹരമായൊരു പടിക്കിണറാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കുളത്തിലെ മീനുകളാണ്. ഇപ്പോൾ വരുന്നവർക്കായിട്ട് ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട്. ഉറവകളിലൂടെ ഒലിച്ച് വരുന്ന വെള്ളം ആ കുളത്തിലേക്ക് വീഴുന്ന കാഴ്ചകൾ അതും അതിമനോഹരമാണ്. ഈ കറുപ്പ് നിറത്തിൽ കാണുന്നതെല്ലാം മീനുകളാണ്, ലക്ഷക്കണക്കിന് മീനുകൾ. ഇത്രയധികം മീനുകൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കുളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് നീന്തൽ അറിയാമെങ്കിൽ നമുക്ക് കുളിക്കാം. തനുമോളും കുളിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ അവിടുത്തെ കുളി അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ കുളിക്കാൻ സമ്മതിച്ചില്ല. ഇല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ കുളിക്കേണ്ടായിരുന്നു, കാരണം ഒരുപാട് ആഴമുള്ള കുളമാണ്. കണ്ടോ എത്രയധികം മീനുകളാണ്. സൂപ്പർ വൈബാണ് വൈകിട്ട് ഇവിടെ വന്നിരിക്കാൻ. ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ ചെലവഴിച്ചു, കാരണം നല്ല ഭംഗിയായിരുന്നു. കുളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തനുമോള് മാത്രമേ താഴോട്ട് വന്നുള്ളൂ. മിന്നുവിന് പടികൾ ഇറങ്ങി വരാൻ പേടിയായതുകൊണ്ട് അവൾ മുകളിൽ തന്നെ ഇരുന്നു. പിന്നെ തനുമോളെ കൂടെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും ചെറിയൊരു ഭയമുണ്ടായിരുന്നു, കാരണം അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. വെള്ളം എന്താണ്, ചാടിയാൽ എന്ത് സംഭവിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയധികം മീനുകൾ ഒരു കുളത്തിൽ? അതും ഒരു പൊതുകുളമാണ്, എല്ലാവർക്കും കുളിക്കാൻ അവകാശമുള്ളൊരു കുളം. ഇത്രയധികം മീനുകൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു കുളത്ത് കാണുന്നത്. ഇങ്ങനെ ഫോണിൽ കാണുമ്പോൾ ചെറിയ മീനുകളാണെങ്കിലും അത് വലിയ വലിയ മീനുകളാണ്. ഏതാണ്ട് ഒരു 15 സെൻറ്റിമീറ്ററോളം നീളം വരും ഒരു മീനിന്. നിങ്ങൾ ജോധ്പൂരിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഞങ്ങൾ കുറേ നേരം ചുറ്റി കണ്ടു, എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. തനുമോളൊന്ന് പിണങ്ങിയിരുന്നു, കാരണം അവളെ കുളിക്കാൻ അനുവദിക്കാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ മേരാങ്കടിൻ്റെ വ്യൂ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ്, ജോധ്പൂരിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തനൂസ് ഫാമിലി എന്ന നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് തൂർജിക ജൽറ. നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഞങ്ങളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കമൻസൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഞങ്ങളെ എന്തെങ്കിലും കുറവുകളുണ്ട് അത് അറിയിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബായ്. തനുമോളെ ബായ് പറയ്. ബായ് പറയ്.